ഇനിയാണ് പോയിന്റ് ടേബിൾ ട്വിസ്റ്റ് ഈ IPL ബാധിക്കുക. കാരണം ഇന്നിപ്പോൾ GT തോറ്റതോടുകൂടി തുടർച്ചയായി 5 വിജയങ്ങൾക്ക് ശേഷം GTക്ക് ഒരു തോൽവി അറിയുകയാണ്. അത്രയും ഫ്ലാറ്റ് ട്രാക്ക്. 257 കൊൽക്കത്ത അടിക്കുന്നു. തിരിച്ചവർ അടിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച സമയത്താണ് സുനിൽ നാരായൺ ശുഭ്മൻ ഗില്ലിന് വിക്കറ്റ് എടുത്തുകൊണ്ട് ആ കളി മാറ്റിമറിച്ചത്. ഈ പോയിന്റ്സ് ടേബിൾ എവിടെ ചെന്ന് അവസാനിക്കും? എൻ്റെ അഭിപ്രായത്തിൽ RCBക്ക് 2 മാച്ച് ഉണ്ട്. നമ്മൾ RCB വളരെ ക്രൂഷ്യലായിട്ട് പഞ്ചാബിനെതിരെ കളിക്കാൻ പോകുന്നു. GTക്ക് ഒരു മാച്ച് ഉള്ളതാണെങ്കിൽ CSK ആയിട്ടാണ്. അതവരുടെ അവസാനത്തെ ലീഗ് മത്സരമാണ്. CSKക്കുള്ള 2 മത്സരങ്ങൾ SRHും GTയുമായിട്ടാണ്. SRHിന് നിലവിലുള്ളത് 14 പോയിന്റാണ്. അവർക്ക് CSKയെ മറികടന്നാലാണ് 16 പോയിന്റ് എന്നുള്ളൊരു സേഫ് സോണിലെത്താൻ സാധിക്കുകയുള്ളൂ. സോ CSKക്കും GTക്കും SRHിനും നിർണായകമായ മത്സരങ്ങളാണ് വരുന്നത്. അതിനപ്പുറത്തേക്ക് 11 മത്സരം മാത്രം കളിച്ച രാജസ്ഥാൻ റോയൽസ് തുടക്കത്തിൽ മൊത്തത്തിൽ ചിത്രത്തിലുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് എന്താ പറയുക, അവർക്ക് റെസ്റ്റ് ലഭിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ടൂർണമെന്റ് ആദ്യ 4-ൽ എത്തുന്നത് ആരായിരിക്കും? നിങ്ങൾ കമന്റ് ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അങ്ങനെയൊന്നും താഴെ പോകാനുള്ള സാധ്യത ഇല്ല. GT അടുത്ത കളി ജയിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഒരു പണി കിട്ടാൻ സാധ്യതയുണ്ട്. കൊൽക്കത്തക്ക് മാക്സിമം നേടാൻ സാധിക്കുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 15ആണ്. അവിടെ പഞ്ചാബ് ജയിക്കാതിരിക്കണം എന്നുള്ളൊരു വലിയ സംഭവം കൂടിയുണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് CSKക്ക് അടുത്ത 2 മത്സരം ജയിച്ചാലാണ് 16 പോയിന്റിലേക്ക് എത്താൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ SRHിന്റെ കാര്യം കുറച്ച് പരിങ്ങലിലാകും. ഇനി ഡൽഹിക്കാണെങ്കിലും മുംബൈക്കാണെങ്കിലും LHCക്കാണെങ്കിലും ബാക്കിയുള്ളവർക്ക് പണി കൊടുത്ത് മുന്നേറാം എന്നുള്ളൊരു സാധ്യത കൂടി നിലനിൽപ്പുണ്ട്. നാളത്തെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പഞ്ചാബ് മത്സരം കഴിയുമ്പോൾ അറിയാം പഞ്ചാബ് അകത്ത് നിൽക്കുമോ പുറത്താകുമോ എന്നുള്ളത്. കാത്തിരുന്ന് കാണാം. ആവേശ പോരാട്ടങ്ങൾ തുടരുകയാണ്. എന്നാലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു IPL പോയിന്റ്സ് ടേബിൾ ആണ് ഇക്കുറി നമുക്ക് കാണാൻ സാധ്യമാകുന്നത്.